അമരമ്പലം, കരുളായി എന്നീ പഞ്ചായത്തുകളിലെ വിവരങ്ങളുമായി ഇപ്പോൾ ഷമ്മി പ്രഭാകർ കൂടി ചേരുകയാണ്. ഷമ്മി, ഇവിടെ നിർബൻ സൂചിപ്പിച്ചത് വളരെ ശരിയായ കാര്യമാണ്. കാരണം ചതുഷ്കോണ മത്സരമാണ്. ഇപ്പോൾ വോട്ടെല്ലാം പെട്ടിയിലായി. കൃത്യമായി നമുക്ക് അതേ സംബന്ധിച്ച് നോക്കിയാൽ ചതുഷ്കോണ മത്സരമാണ് നടന്നത്. 4 ആംഗിളുകളിലുള്ള വോട്ടുകളാണ്. അവിടെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിനുള്ളതുപോലെ അതിനേക്കാൾ വാശിയാണ് ഉപതെരഞ്ഞെടുപ്പുകൾക്കുണ്ടാവുക. എന്നിട്ടും എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നാണ്? 72 എത്തി. ഇപ്പോൾ 76.86 ആയിരുന്നു കഴിഞ്ഞ തവണ. അങ്ങനെയാണെങ്കിൽ 72 കുറവാണ്. അജംഷാദ്, നമ്മൾക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. കൃത്യമായ ഒരു ശതമാനക്കണക്കിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഒരു 8 മണിയോട് കൂടി മാത്രമേ കൃത്യമായ ഒരു കണക്കിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയൂ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്കുകളൊക്കെ ഒരു ഏകദേശം 5 മണി സമയത്തെ കണക്കുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഒരു 7-8 മണിയോട് കൂടി മാത്രമേ പൂർണ്ണമായ ഒരു ശതമാന കണക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. അപ്പോൾ മാത്രമേ നമുക്കിത് എന്തുമാത്രം വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു ചിന്തയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുവരെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്കുകൾ എപ്പോഴും കുറച്ച് 1 മണിക്കൂർ മുൻപുള്ള കണക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഒന്ന് ഉച്ചയ്ക്ക് 1 മണി സമയത്ത്, 2 മണി സമയത്തൊക്കെ, 11 മണി സമയത്ത് ഞാൻ അമരമ്പലം പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓവറോൾ ശതമാനം വരുന്നത് ഏതാണ്ട് 13%. പക്ഷെ നമ്മൾ ആ ബൂത്തിൽ അന്വേഷിക്കുന്ന സമയത്ത് അവർ പറയുന്നു 28% കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അല്പം കൂടി നമുക്ക് കാത്തിരുന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്കിലേക്ക് എത്താൻ പറ്റൂ. കഴിഞ്ഞ തവണ നമുക്കറിയാം 76.6% വോട്ട് ശതമാനമാണ് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത്രയെങ്കിലും എത്തും എന്നൊരു പ്രതീക്ഷ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രകടിപ്പിക്കുന്നുണ്ട്. അത്രയും എങ്കിലും എത്തും എന്നുള്ളത്, അല്ലെങ്കിൽ 75%-ത്തിലേക്കെങ്കിലും എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം 2 മുന്നണികളുമായും ബന്ധപ്പെട്ടും അതുപോലെ തന്നെ BJPയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ അവർക്ക് പോൾ ചെയ്യേണ്ടുന്ന വോട്ടുകൾ പരമാവധി പോൾ ചെയ്യിപ്പിക്കാനുള്ള ശ്രമം എല്ലാ മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മളൊരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണിനെ വിലയിരുത്തുന്നത് പോലെ നമുക്ക് ഇപ്പോഴത്തെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ കാണാത്ത ഒരുപാട് അണ്ടർ കറൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന വസ്തുത നിലനിൽക്കുന്നു. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറത്തേക്ക് വലിയ തോതിൽ പല തലത്തിലും ഇവിടുത്തെ വോട്ടുകൾ മാറി മറിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്വരാജ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവുന്ന വലിയൊരു കാര്യം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സ്വരാജിലേക്ക് വോട്ടെത്തും എന്ന് തന്നെയാണ്. സ്വരാജിലേക്ക് വലിയ തോതിൽ മറ്റ് 2 മുന്നണികളിൽ നിന്നും വോട്ട് സ്വരാജിലേക്ക് എത്തും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സാധാരണ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നമുക്കിപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കുറവോ കൂടുതലോ പരിശോധിച്ച് കഴിഞ്ഞാൽ മറ്റ് മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഒരു ജനറൽ ഇലക്ഷനിൽ നമുക്ക് കാര്യങ്ങൾ ഒരു ഏകദേശ ധാരണയിലേക്കെങ്കിലും എത്താൻ കഴിയും. പക്ഷെ ഇവിടെ അത് സാധ്യമല്ല. കാരണം ഇവിടുത്തെ വോട്ടുകളിൽ വലിയ ഒരു ശതമാനം ഇത്തവണ വ്യക്തിപരമായ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം LDFിൻ്റെ സ്ഥാനാർത്ഥി M സ്വരാജുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഈ മണ്ഡലത്തിൽ ചെലുത്തിയിട്ടുള്ള ഒരു സ്വാധീനം അത് വളരെ വലുതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ നിർണായകമായി തന്നെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അതായത് മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നടക്കം വോട്ടുകൾ സ്വരാജിലേക്ക് വരും എന്ന വസ്തുത ഒന്നാമത്തെ വസ്തുതയായി തന്നെ നിലനിൽക്കുകയാണ്. രണ്ടാമത്തെ ഘടകം, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു ഐക്യം ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുമ്പോഴും ആ ഒരു ഐക്യം UDFുമായി ബന്ധപ്പെട്ട് എത്രമാത്രം അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത അതാണ്. അത് വലിയൊരു പോയിന്റാണ്. കാരണം UDFുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്ര കണ്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാ മുന്നണികൾക്കും അനുകൂലമായ ഘടകങ്ങളിൽ UDFിന് അനുകൂലമായ ഘടകങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ആഭ്യന്തരമായ ആന്തരിക വൈരുദ്ധ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വിവിധ ഘട്ടങ്ങളിൽ നമ്മളത് കണ്ടതാണ്. ഓരോ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് സ്വയം പൊളിഞ്ഞു വീഴുന്ന UDF നേതാക്കളെയും കോൺഗ്രസിനെയും, പ്രധാനമായും കോൺഗ്രസിനെ നാം കണ്ടതാണ്. ഇതൊക്കെയാണ് ഷമ്മി സൂചിപ്പിച്ചത്. വളരെ ശരിയാണ്. എന്തായാലും 72% പോളിംഗ് നിലമ്പൂരിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ. ഇനി ഏതാനും മിനിറ്റുകൾ, മണിക്കൂറുകൾ കഴിയുമ്പോൾ അതിൻ്റെ കൃത്യതയിലേക്ക് എത്തും. എന്തായിരുന്നാലും കഴിഞ്ഞ തവണത്തെ 76.6%-ത്തിലേക്ക് എത്തില്ല. അത് എത്താനുള്ള സാധ്യത തുലോം കുറവാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിവിധ കോണുകൾ നിലമ്പൂരിനെ അറ്റിക്കുറുക്കുമ്പോൾ മനസ്സിലാകുന്നത്.